ക്ഷേത്രം ഈ പുഴയുടെ നടുക്കാണല്ലോ. ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ഈ തനിയെ വെള്ളം വന്ന ഭഗവാൻ മാറാടുക എന്നുള്ളതാണ്. ആചിനോതി ഹി ശാസ്ത്രാണി ആചാര്യ സ്ഥാപയത്യവി സ്വയം ആചരതേ ചെയ്യുക. അതൊരു എന്ന് വെച്ചാൽ വെള്ളം കയറി കഴിഞ്ഞാൽ തീർച്ചയായും എന്നാണ്. ഒരു കൊല്ലെങ്കിലും വേണം. അതിപ്പോൾ ഈ ശിവരാത്രിയെ കഴിഞ്ഞാൽ മൊത്തത്തിലൊരു പ്യൂരിഫിക്കേഷനാണ് ഈ വെള്ളം വന്ന് പോകല്. 3 മാസമേ ഉള്ളൂ പൂജ. അതെന്താ വെച്ചാൽ സ്ഥിരം പൂജ തുടങ്ങാനുള്ള സാഹചര്യം ഈ പുഴയുടെ നടുക്കാകുമ്പോൾ ഇല്ല. ഈ വെള്ളം വന്ന് കയറി ഏത് നിമിഷവും. പിന്നെ ബലിതർപ്പണത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. അതാ ശിവലിംഗം വെള്ളത്തിലായാലും കുറച്ചെങ്കിലും കാണാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വന്ന പൂജയില്ല. അതിനാണ് ഈ തിടമ്പ് വെച്ചത്. ഈ മൂലകമ്പത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ തന്നെയാണ് ഈ തിടമ്പ്. എടുത്ത് സഞ്ചരിക്കേണ്ടി വരുമ്പോഴും അതിനൊരു ഇത് വേണം. അപ്പോൾ അതാണ് അതിൻ്റെ. ക്ഷേത്രം ഈ പുഴയുടെ നടുക്കാണല്ലോ. അപ്പോൾ ഒരു നമ്മുടെ സങ്കല്പത്തിലുള്ളൊരു മഹാക്ഷേത്രമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പഞ്ചഭൂതങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ കാലനിർണ്ണയമൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പല കഥകൾ ഐതിഹ്യങ്ങളേ ഉള്ളൂ അതിൽ. അതായത് ഈ പെരിയാറിൻ്റെ തീരത്തുള്ള വളരെ പുരാതനമായിട്ടുള്ള ശിവക്ഷേത്രമാണ്. അത് ഈ ഏറ്റുമാനൂരെ വയ്ക്കം കെടുത്തുരുത്തി എന്ന് പറയുന്ന ഒരു ബന്ധം പോലെ സർപ്പം കിടക്കുന്ന സങ്കല്പമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ തലഭാഗം ആലുവ, നടുഭാഗം കൂടെ ഒരു കടിഞ്ഞത്തൂരെന്ന് പറഞ്ഞ വിഷ്ണു ക്ഷേത്രമുണ്ട്. അതിൻ്റെ അപ്പുറം സാക്ഷാൽ കാലടി പട്ടേരുടെ കഥ കൊണ്ട് പ്രസിദ്ധമായിട്ടുള്ള തിരുവാതിരമ്പ്. അപ്പോൾ ഈ 3 ദിക്കിന് തൊഴുക എന്നുള്ള ഒരു ഇതാണ്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യമാണ്. പിന്നെ സാധാരണ ഇതിൽ ഏത് അമ്പലത്തിൽ പോയാൽ നമുക്ക് ഈ മൂലബിംബം കണ്ട് തൊഴാൻ വളരെ അപൂർവമായിട്ട് സാധിക്കും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ 2-3 മാസം ഉത്സവകാലം കഴിഞ്ഞാൽ പിന്നെ ഒക്കെ തുറന്നാൽ കിടക്കുക. അപ്പോൾ ആ ശിവലിംഗം കണ്ട് തൊഴാനുള്ള സൗകര്യം. പിന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളുടെ പോലെ അടിയന്തരങ്ങൾക്കും സ്വവാദി അടിയന്തരങ്ങൾക്കും വ്യത്യാസമുണ്ട്. എന്നുവെച്ചപ്പോൾ ഈ ധ്വജാദി, പടഹാദി, അങ്കുരാദി ഇങ്ങനെയുള്ള ഉത്സവക്രമങ്ങളുടെ പടഹാദിയായിട്ടാണ്, കൊട്ടിപ്പുറപ്പെടുകയായിട്ടാണ്. അതുപോലെ തന്നെ എണ്ണമയമുള്ളതൊന്നും അഭിഷേകം കഴിക്കില്ല. ഇങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇത് പൂജ. ഉപദേവതകൾ വരുന്നത് ആ സ്ഥലമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് പ്രശ്നവശാൽ കാണുമ്പോഴാണ് ഈ ഉപദേവതാ പ്രതിഷ്ഠ എന്നുള്ളത് വരിക. ഈ സ്വയംഭൂ എല്ലാവരും പറയണ്ട ആലുവായിൽ ശിവൻ പ്രതിഷ്ഠിക്കുമ്പോൾ ഇതിൻ്റെ കഥയൊന്നും നമുക്കറിയില്ല. ഈ സ്വയംഭൂവും പ്രതിഷ്ഠയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്ന് ഈ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ തനിയെ മുളയ്ക്കുക, അതാണ് സ്വയംഭൂ. മറ്റത് ഒരു തേർഡ് പേഴ്സൺ ചെയ്യണം, അതാണ് പ്രതിഷ്ഠ. അതാണ് ഈ പ്രതിഷ്ഠയും സ്വയംഭൂവായിട്ട് വെച്ചത്. ഇവിടെ സ്വയംഭൂവായിട്ടാണ്. ഉപദേവതാ വിഷയം വരുന്നത് ഒന്നുകിൽ ആ ക്ഷേത്രമായിട്ടോ ദേവനായിട്ടോ പൂർവിക ബന്ധം വരുന്ന ദേവതാബന്ധം പ്രശ്നവശാൽ കണ്ടാൽ മാത്രമേ ഈ ഉപദേവതകളുടെ വിഷയം വരുന്നുള്ളൂ. അത് വ്യത്യാസമാണ്. ഐതിഹ്യം ഇങ്ങനെ ഒരു ശിവഭൂതങ്ങൾ ഇങ്ങനെ അമ്പലം പണിതുകൊണ്ടിരുന്നു, അത് പൂർത്തിയാക്കിയില്ല. വേറൊരു ദേവം വന്ന് ഇങ്ങനെ കോഴിയായിട്ട് പോയി അവരുടെ യാമമൊക്കെ തെറ്റിച്ചിട്ടു. ഈ ഭൂതങ്ങൾക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു യാമമുണ്ട്. 24 മണിക്കൂറാണ് ഒരു ദിവസം. അതിനെ 8 യാമമായിട്ട് ഓരോ യാമം 3 മണിക്കൂർ വെച്ച് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അവരുടെ ഒരു യാമമുണ്ട്. അപ്പോൾ ആ യാമത്തിൻ്റെ ഉള്ളിൽ ഇത് പൂർത്തിയാക്കാൻ പറ്റിയാലേ അവരത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ തുടങ്ങി വെക്കും. അതാണ് ഈ ഒരു അപൂർണത എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഈ ജൈനക്ഷേത്രങ്ങളുടെ സമ്പ്രദായങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ശ്രീരാമൻ പിന്നെ സീത അന്വേഷിച്ച് പോകണ ശ്രീരായനൊക്കെ അത് ചടയമംഗലത്തുകാരും ഒക്കെ അത് പറയുന്നുണ്ട്. ഈ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊക്കെ അതിനെക്കുറിച്ച് നടന്നിട്ടില്ല. ഒരു പ്രത്യേകത എന്താണെന്ന് മനസ്സിലാവില്ല. ഇത് കിഴക്ക് നിന്നാണ് ഈ പുഴ വരിക. ആനമലയിൽ നിന്നാണ്, ശിവഗിരിയിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. അങ്ങനെ ഈ രണ്ടായിട്ട് ഒന്ന് കൊടുങ്ങല്ലൂർക്ക് പോവും, അല്ല ഒന്ന് വരാപ്പോഴേക്കും ഒന്ന് കൊടുങ്ങല്ലൂർ. ഇത് സോഫ്റ്റ് വാട്ടറാണ്. എന്താണെന്നറിയില്ല, അതിനിത്തിരി ഹാർഡ്നെസ് കാണാൻ. അത് കുളിക്കുമ്പോൾ നമുക്കറിയും ഒരു മണൽത്തരി പോലെയാണെന്ന് പറയും. അതാണ് എണ്ണമയുള്ളതെന്ന് സംശയം. അന്നത്തെ പ്രതിഷ്ഠ അങ്ങനെയായിരിക്കാം. ഈ ശാസ്ത്രങ്ങളും ആത്മീയതയും ശാസ്ത്രവും രണ്ടും 2 തലമാണ്. ആത്മീയതയ്ക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ചക്രവാളം വലുതാ. ശാസ്ത്രമാകുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. എന്താ വെച്ചാൽ ഈ എന്താണ് പറയേണ്ടത്, ആചിനോതി ഹി ശാസ്ത്രാണി ആചാര്യ സ്ഥാപയത്യവി സ്വയം ആചരതേ ചെയ്യുക തസ്മാൽ ആചാര്യ ഉച്ചതേ. ഈ ശാസ്ത്രങ്ങളെ ആചാരങ്ങളാക്കുക, അതിനെ അനുവർത്തിക്കുക.
അങ്ങനെയാണ്. അപ്പം ഈ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസമാണ്. അതിന് പ്രത്യേക ഒരു മാനദണ്ഡങ്ങളൊന്നുമില്ല. പക്ഷെ ശാസ്ത്രീയത വരുമാനം ചില നിയന്ത്രണങ്ങൾ. ഇന്നിപ്പോൾ ആചാരങ്ങൾ കാലത്തിനനുസൃതമായിട്ട് മാറും. എവിടെയും വിശ്വാസം ചോദ്യം ചെയ്യപ്പെടും. അത് കുറ്റമല്ലാതെ നമ്മളെ ജ്ഞാനപ്രശ്നമാണ് നമ്മളെ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആചാരങ്ങളിൽ മാറ്റം വരാം. അങ്ങനെയാണ്. ഇപ്പോൾ വിജീന്ദ്രത്തൊക്കെ ഈ നെയ്യ് മുക്കുമായിരുന്നു, ഈ കയ്യ് നെയ്യിൽ മുക്കുമായിരുന്നു. അപ്പോൾ ആ കാലത്തൊരു ഭക്തൻ ചോദിച്ചു, ഈ ഇദ്ദേഹത്തിന് ശക്തി ഉണ്ടെങ്കിൽ എന്തിനാ ഈ പാടിയിരിക്കുന്നത്, എന്തിന് വെണ്ണ കയ്യിൽ വെച്ചാൽ പോലും. അപ്പോൾ ആ ചോദ്യം ചെയ്യുമ്പോൾ ആചാരങ്ങൾ മാറും എന്നുള്ളതാണ്.